ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വരാനിരിക്കുന്ന 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള സിലബസ് കംപ്ലീഷൻ ചാലഞ്ച് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചരിത്രം എന്ന ഭാഗത്ത് നിന്നുള്ള കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന എന്ന ഭാഗമാണ്. ചരിത്രത്തിൽ നമുക്ക് 5 മാർക്കാണുള്ളത്. അതിൽ നിന്ന് കേരള ചരിത്രത്തിലെ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്, യൂറോപ്യന്മാരുടെ വരവ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ്? 1616 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുന്നത്. 2. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവ് ആരാണ്? ക്രിസ്ത്യൻ ഫോർത്ത് ആണ്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ ഫോർത്ത്. അപ്പോൾ ഈ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ മാറിപ്പോയരുത്, രണ്ടും രണ്ടാണ്. 3. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന നമ്മൾ വായിക്കുന്നില്ല, നമുക്ക് ആൻസർ ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1. അപ്പോൾ ഡച്ചുകാരെ പറ്റി ശരിയായ പ്രസ്താവനകൾ നോക്കാം. 1690 വരെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ ഡച്ച് ആസ്ഥാനമായിരുന്നു പുലിക്കാട്. 1690 വരെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ ഡച്ച് ആസ്ഥാനം ഏതായിരുന്നു? പുലിക്കാടായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ട ഭാഷ ലാറ്റിനാണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ലാറ്റിനാണ്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഇന്ത്യയിലെ ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. ഈ ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിച്ചേരുന്നത് എപ്പോഴാണ്? 1595 ഡച്ചുകാർ 1595 ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. 1602 അവർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. ഇനി 1604 ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ എത്തിച്ചേരുന്നത് എപ്പോഴാണ്? 1604. ഡച്ചുകാർ 1658 പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയും കൊല്ലം പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്തത് 1658. ഇനി ഡച്ചുകാർ 1663 പള്ളിപ്പുറം കോട്ട പിടിച്ചെടുക്കുകയും 1789 പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറുകയും ചെയ്തു. അപ്പോൾ 1663 അവർ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തു. 1789 ആയപ്പോൾ അത് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറി. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണെന്ന് ചോദിച്ചാൽ അഡ്മിറൽ വാൻഗോയിൻസ് ആണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആണ് അഡ്മിറൽ വാൻഗോയിൻസ്. 4. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക. പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നതോ? ഫ്രഞ്ചുകാരാണ്. ബിലാത്തികൾ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ്. മൂറുകൾ എന്നറിയപ്പെടുന്നത് അറബികളാണ്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. പറങ്കികൾ പോർച്ചുഗീസുകാരാണ്, പരന്ത്രീസുകാർ ഫ്രഞ്ചുകാരാണ്, ബിലാത്തികൾ ബ്രിട്ടീഷുകാർ, മൂറുകൾ അറബികൾ. 5. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, അതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഇനി ബന്ധമുള്ള പ്രസ്താവനകൾ നോക്കാം. ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവാണ് രാമവർമ്മ. ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട് രാജാവാണ് ആര്? രാമവർമ്മ. കേരളത്തിൽ ആദ്യമായി ഒരു വ്യാപാരശാല നിർമ്മിച്ചത് വിഴിഞ്ഞത്താണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി ഒരു വ്യാപാരശാല നിർമ്മിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ഇനി ആദ്യമായി കേരളത്തിൽ കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ കോട്ട സ്ഥാപിച്ചത് എവിടെയാണ്? അഞ്ചുതെങ്ങാണ്. കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു ചോദിച്ചാൽ മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരനായിരുന്നു മാസ്റ്റർ റാൽഫ് ഫിച്ച്.
1615 ക്യാപ്റ്റൻ കീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായാണ് കേരളത്തിൽ എത്തുന്നത്. ഇദ്ദേഹം സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോൾ 1615 ആര് വരുന്നുണ്ട്? ക്യാപ്റ്റൻ കീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കേരളത്തിലെത്തുകയും സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകൾ ഏതൊക്കെയായിരുന്നു ചോദിച്ചാൽ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ് എന്നിവയാണ്. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ് എന്നിവിടെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകൾ ഉണ്ടായിരുന്നത്. ഇനി കേരളത്തിൻ്റെ ചരിത്ര രേഖകളിൽ ഇംഗ്ലണ്ടിനെ ഒരു പേര് വിളിച്ചിരുന്നു. അതെന്താണ്? ഷീമ എന്നാണ്. കേരളത്തിൻ്റെ ചരിത്ര രേഖകളിൽ ഇംഗ്ലണ്ട് അറിയപ്പെട്ടിരുന്നത് ഷീമ എന്നായിരുന്നു. 1644 രവിവർമ്മയുടെ ഭരണകാലത്താണ് ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് ഒരു വ്യാപാരശാല നിർമ്മിക്കുന്നത്. 1644 ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് ഒരു വ്യാപാരശാല നിർമ്മിക്കുന്നത്. ഏത് രാജാവിൻ്റെ കാലത്താണ്? രവിവർമ്മയുടെ കാലഘട്ടത്തിലാണ്. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനി ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? പാലിയത്തച്ഛനാണ്. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീര ദേശാഭിമാനിയാണ് പാലിയത്തച്ഛൻ. 6. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 ശരി 2 തെറ്റ്. ശരിയായ പ്രസ്താവന നോക്കാം. ക്യാപ്റ്റൻ കീലിംഗിൻ്റെ നേതൃത്വത്തിൽ 1615 വന്നിറങ്ങിയ ഇംഗ്ലീഷുകാരാണ് കേരളവുമായി കച്ചവട ബന്ധം സ്ഥാപിച്ചത്. ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. ക്യാപ്റ്റൻ കീലിംഗിൻ്റെ നേതൃത്വത്തിൽ 1615 വന്നിറങ്ങിയ ഇംഗ്ലീഷുകാരാണ് കേരളവുമായി കച്ചവട ബന്ധം സ്ഥാപിച്ചത്. ഇനി രണ്ടാമത്തെ പ്രസ്താവനയിലെ തെറ്റെന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? ക്യാപ്റ്റൻ കീലിംഗ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് റാൽഫിച്ചിനെയാണ്. അതല്ല ഉത്തരം. ക്യാപ്റ്റൻ കീലിംഗ് ആണ് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. 7. കൊച്ചിയിലെത്തിയ ഡാഷ് ആണ് കേരളത്തിൽ വന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. അതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. കൊച്ചിയിലെത്തിയ മാസ്റ്റർ റാൽഫിച്ച് ആണ് കേരളത്തിൽ വന്ന ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. 8. മാനുവൽ കോട്ടയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് തെറ്റ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. കൊച്ചിയിലാണ് മാനുവൽ കോട്ട. 1503 അത് പണി കഴിപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് ഇത് മാനുവൽ കോട്ട. ആരാണിത് പണി കഴിപ്പിച്ചത്? അൽബുക്കർക്കാണ്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ്. കൊച്ചിയിലാണ്. 1503 നിർമ്മിച്ചത്. ഇനി ഇത് അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? മാനുവൽ കോട്ടയാണ്. 9. ഗുരുവായൂരിലെ ചേറ്റുവ കോട്ട നിർമ്മിച്ച വിദേശികൾ ആരാണ്? ഡച്ചുകാരാണ്. ഗുരുവായൂരിലെ ചേറ്റുവ കോട്ട നിർമ്മിച്ച വിദേശികളാണ് ഡച്ചുകാർ. ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ്? ഉപ്പ് നിർമ്മാണം നടത്തുന്ന രീതികൾ, തുണിക്ക് ചായം മുക്കുന്ന രീതി എന്നിവ പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. ഉപ്പ് നിർമ്മാണ രീതി, തുണിക്ക് ചായം മുക്കുന്ന രീതി ഇതൊക്കെ പ്രചരിപ്പിച്ചതാരാണ്? ഡച്ചുകാരാണ്. തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും നടത്തി. തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനം കൊടുത്തു. അതുപോലെ മെച്ചപ്പെട്ട തൈകളുടെ വിതരണവും നടത്തി. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഡച്ച് അഡ്മിറൽ ആയിട്ടുള്ള വാൻ റീഡ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി രചിച്ചത് ഡച്ച് അഡ്മിറൽ ആയിട്ടുള്ള വാൻ റീഡ് ആണ്. ഇത് എന്തിനെ കുറിച്ചുള്ള പുസ്തകമാണ്? മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലുള്ള പുസ്തകമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് ലാറ്റിൻ ഭാഷയിലാണ്. നിർമ്മിച്ചത് ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ്. ഇനി ഈ പുസ്തകം അറിയപ്പെടുന്നത് കേരളാരാമം എന്നാണ്. പുസ്തകം എന്താണ് അറിയപ്പെടുന്നത്?
കേരള ആരാമം എന്നാണ്. ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ കേരള ആരാമം എന്ന ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ആംസ്റ്റർഡാമിൽ നിന്നാണ്. 1678 1703 ഇടയ്ക്ക് 12 വാല്യങ്ങളായാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. 1678 1703 ഇടയ്ക്ക് 12 വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇത്, ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യത്തെ വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തെങ്ങാണ്. അവസാനത്തേത് ആലാണ്. ആദ്യത്തേത് തെങ്ങ്, അവസാനത്തേത് ആല്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇനി ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇട്ടി അച്യുതൻ എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. അതിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണർ ആരൊക്കെയായിരുന്നു ചോദിച്ചാൽ ആരാണ്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവരാണ്. രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട് എന്നിവരാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണർ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതൻ ആരാണ്? ജോൺ മാത്യൂസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ്. ഇനി അതിലെ ചിത്രങ്ങൾ വരച്ചതും ആര് തന്നെയാണ്? ജോൺ മാത്യൂസ് തന്നെയാണ്. ചിത്രങ്ങൾ വരച്ചതും ജോൺ മാത്യൂസ് തന്നെയാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷികനാണ് ഇമ്മാനുവൽ കർനെയ്റോ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? ഇമ്മാനുവൽ കർനെയ്റോ ആണ്. 10. കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവിന് പോർച്ചുഗീസുകാർ പണിതുകൊടുത്ത നിർമ്മിതി ഏതാണ്? മട്ടാഞ്ചേരി കൊട്ടാരമാണ്. കേരളീയ മാതൃകയിൽ കൊച്ചി രാജാവിന് പോർച്ചുഗീസുകാർ പണിതുകൊടുത്ത നിർമ്മിതിയാണ് മട്ടാഞ്ചേരി കൊട്ടാരം. 11. ഫ്രഞ്ചുകാരുടെ ഇന്ത്യൻ സാമ്രാജ്യമോഹങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഊട്ടിയുറപ്പിക്കാൻ സഹായകമായ യുദ്ധം ഏതായിരുന്നു? ഏതാണ്? വാണ്ടിവാഷ് യുദ്ധമാണ്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യൻ സാമ്രാജ്യമോഹങ്ങളെ തകർത്തുകൊണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഊട്ടിയുറപ്പിക്കാൻ സഹായകമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. എപ്പോഴാണ് വാണ്ടിവാഷ് യുദ്ധം നടക്കുന്നത്? 1760 വാണ്ടിവാഷ് യുദ്ധം 1760 നടന്നത്. 12. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികൾ ആരാണ്? അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശികളാണ് അറബികൾ. 13. പോർച്ചുഗീസുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രം. അപ്പോൾ ബന്ധമുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പാശ്ചാത്യ ശക്തിയും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പാശ്ചാത്യ ശക്തികൾ ഏതാണ്? പോർച്ചുഗീസുകാരാണ്. ഇനി ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ യൂറോപ്യന്മാരുമാരാണ്? പോർച്ചുഗീസുകാരാണ്. അവരാണ് ആദ്യം എത്തിയത്, അവസാനം പോയതും അവരാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുന്നത്. 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലം യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽ മാർഗം കണ്ടുപിടിക്കേണ്ടി വന്നു. അതിന്റെ ഫലമായിട്ടാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് യൂറോപ്യന്മാർ എത്തിച്ചേരുന്നത്. ഇനി കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ. ലിസ്ബണിൽ നിന്ന് 1497 വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് സർദാർ KM പണിക്കർ. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്നാണ് സർദാർ KM പണിക്കർ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ പറ്റി പറഞ്ഞത്. ഇനി വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ്? മാനുവൽ ഒന്നാമനാണ്.
വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ. എപ്പോഴാണ് വാസ്കോഡഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയത്? അദ്ദേഹം കോഴിക്കോട് കാപ്പാടാണ് കപ്പലിറങ്ങിയത്. 1498 മെയ് 20 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങുന്നത്. ഇനി വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരെന്താണ്? സെന്റ് ഗബ്രിയേൽ എന്നാണ്. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്നാണ്. 14 ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്താനായി ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് ആര്? ബർത്തലോമിയോ ഡയസ്. ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്താനായിട്ട് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് ബർത്തലോമിയ ഡയസ്. 15 ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. 16 താഴെ തന്നിട്ടുള്ളവയെ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്ത ക്രമത്തിൽ എഴുതുക. കൊല്ലം കോട്ട എപ്പോഴാണ് പിടിച്ചെടുക്കുന്നത്? 1658 കൊല്ലം കോട്ട 1658 പിടിച്ചെടുക്കുന്നത്. സിലോണിലെ പോർച്ചുഗീസ് കോളനി പിടിച്ചെടുക്കുന്നത് 1656. ഇനി കൊച്ചി എപ്പോഴാണ് പിടിച്ചെടുക്കുന്നത്? 1663. പള്ളിപ്പുറം കോട്ടയും 1663. അപ്പം നമ്മുടെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? 2, 1, 4, 3 എന്നിങ്ങനെയാണ് വരുന്നത്. കൊച്ചി പിടിച്ചെടുക്കുന്നതിന് മുന്നെയാണ് പള്ളിപ്പുറം കോട്ട പിടിച്ചെടുക്കുന്നത്. 1663 തന്നെയാണ് രണ്ടും. പക്ഷെ ആദ്യം പിടിച്ചെടുക്കുന്നത് ഏതാണ്? പള്ളിപ്പുറം കോട്ടയാണ്. 17 ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തിയുടെ ആദ്യ വ്യാപാര കേന്ദ്രം എവിടെയായിരുന്നു? എവിടെയാണ്? സൂററ്റിലാണ്. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി ഏതാണ്? ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് 1664. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുന്നത്. ആരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്? കോൾബർട്ട് ആണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് കോൾബർട്ട് ആണ്. ഇനി ഇന്ത്യയിലെ ഫ്രഞ്ച് പ്രധാന താവളങ്ങൾ ഏതൊക്കെയാണ്? മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ. ഏതൊക്കെയാണ്? മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവയാണ്. ഇനി മാഹി ആയിരുന്നു കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം. അപ്പം കേരളത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലം ഏതായിരുന്നു? മാഹി ആയിരുന്നു. എപ്പോഴാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത്? 1954. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയത് 1954. 18 പോണ്ടിച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയിസ് മാർട്ടിൻ പണി കഴിപ്പിച്ച കോട്ട ഏതാണ്? സെന്റ് ലൂയിസ് കോട്ടയാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രാങ്കോയിസ് മാർട്ടിൻ പണി കഴിപ്പിച്ച കോട്ടയാണ് സെന്റ് ലൂയിസ് കോട്ട. 19 ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിൽ ശരി ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിൽ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരിയാണ് അൽബുക്കർക്ക്. എന്താണ്? പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി ആരാണ്? അൽബുക്കർക്കാണ്. ഇനി പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ അൽബുക്കർക്ക് സതി നിരോധിച്ചു. പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളിൽ സതി നിരോധിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്. നമുക്ക് അൽബുക്കർക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. അദ്ദേഹമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആരാണ്? അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര്? അൽബുക്കർക്ക്. അപ്പോൾ കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബുക്കർക്കാണ്.
പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ, അതായത് മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപൂർ സുൽത്താനിൽ നിന്നാണ്. ഇദ്ദേഹത്തിന്റെ സമയത്താണ് ഗോവ പിടിച്ചെടുക്കുന്നത്. അതെപ്പോഴാണ്? 1510 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നത് ബീജാപൂർ സുൽത്താനായ മുഹമ്മദ് ആദിൽ ഷയുടെ കയ്യിൽ നിന്നാണ് 1510. പോർച്ചുഗീസുകാർ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് ഈ വൈസ്രോയിയുടെ കാലത്താണ്. അൽബുക്കർക്കിന്റെ കാലത്താണ് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റുന്നത്. 20. താഴെ തന്നിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ബന്ധമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. നമ്മൾ നേരത്തെ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി അച്ചടി തുടങ്ങിയ വിദേശ ശക്തി പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ ആദ്യമായി അച്ചടി തുടങ്ങിയ വിദേശ ശക്തിയാണ് ആര്? പോർച്ചുഗീസുകാർ. കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശ ശക്തി ഏതാണ്? പോർച്ചുഗീസാണ്. കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ. 21. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ കാപ്പാട് കടപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഏത് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ചേമഞ്ചേരി പഞ്ചായത്തിലാണ്. അപ്പോൾ വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്താണ് കപ്പലിറങ്ങിയത്. അത് ഏത് പഞ്ചായത്തിലാണ് ചോദിച്ചാൽ എവിടെയാണ്? ചേമഞ്ചേരി പഞ്ചായത്തിലാണ്. 22. വാസ്കോഡ ഗാമയുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഇനി ബന്ധമുള്ളത് നോക്കാം. 1498 മെയ് 20 കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങി. എപ്പോഴാണ്? 1498 മെയ് 20 കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് കപ്പലിറങ്ങിയത്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ. ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ വൻകര ചുറ്റിക്കൊണ്ട് പുതിയ സമുദ്രമാർഗം കണ്ടെത്തിയത് വാസ്കോഡ ഗാമയാണ്. ഇന്ത്യയിലേക്ക് ആഫ്രിക്കൻ വൻകര ചുറ്റിക്കൊണ്ട് പുതിയ സമുദ്രമാർഗം കണ്ടെത്തിയത് ആരാണ്? വാസ്കോഡ ഗാമയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? വാസ്കോഡ ഗാമയാണ്. ആരാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത്? മാനുവൽ രാജാവാണ്. മാനുവൽ രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹം തന്നെ, അതായത് മാനുവൽ രാജാവ് തന്നെ ഗാമയ്ക്ക് നൽകിയ പദവിയാണ് ഡോം പദവി. ഡോം എന്ന് വെച്ചാൽ പ്രഭു എന്നാണ്. അപ്പൊ മാനുവൽ രാജാവ് ഗാമയ്ക്ക് നൽകിയ പദവിയാണ് ഡോം പദവി. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത കൊച്ചിയിലെ പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. പിന്നീട് ഈ ഭൗതിക ശരീരം പോർച്ചുഗലിലെ പള്ളിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതേതാണ് പള്ളി? ജെറോണിമസ് കത്തീഡ്രൽ ആണ്. ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയി. ഇനി വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോവയാണ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് എപ്പോഴാണ്? 1498 മെയ് 20 വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തുന്നത് എപ്പോഴാണ്? 1502 രണ്ടാമതായി എത്തുന്നത് 1502. ഇനി അവസാനമായി ഇന്ത്യയിലേക്ക് എത്തുന്നത് 1524. ആ സമയത്താണ് അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആയി ഇന്ത്യയിൽ എത്തുന്നത്. അപ്പോൾ 1524 വാസ്കോഡ ഗാമ അവസാനമായിട്ട് ഇന്ത്യയിൽ എത്തുന്നത്. ആ സമയത്താണ് അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയി ആയി വരുന്നത്. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ മരിക്കുന്നത്. 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ മരിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ വെച്ചാണ് മരിക്കുന്നത്. 1524 ഡിസംബർ 24 മരിക്കുന്നു. 23. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം തെറ്റാണ്. അപ്പോൾ ശരിയായത് വായിക്കാം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ.
കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ്. വാസ്കോഡ ഗാമയെ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. വാസ്കോഡ ഗാമയെ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. ഇതൊക്കെ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞതാണ്. 24 തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. അപ്പം നമുക്ക് വായിച്ചു നോക്കാം. 1659 കൊല്ലം റാണിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കൊല്ലത്ത് ഡച്ചുകാർക്ക് നിർണായക സ്വാധീനം കൈവന്നു. 1659 കൊല്ലം റാണിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കൊല്ലത്ത് ഡച്ചുകാർക്ക് നിർണായക സ്വാധീനം കൈവന്നു. 1663 പോർച്ചുഗീസ് കൊച്ചിയുടെ പതനത്തോടെ കേരളത്തിൽ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു. 1663 പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുക്കപ്പെടുന്നത്. അതോടെ പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിച്ചു. കോലത്തിരിയുമായി ഉണ്ടാക്കിയ സന്ധി പ്രകാരം കണ്ണൂരിലെ കുരുമുളക് കച്ചവടത്തിന്റെ കുത്തക ഡച്ചുകാർക്ക് ലഭിച്ചു. കോലത്തിരിയുമായി ഉണ്ടാക്കിയ സന്ധി പ്രകാരമാണ് കണ്ണൂരിലെ കുരുമുളക് കച്ചവടത്തിന്റെ കുത്തക ആർക്ക് ലഭിക്കുന്നത്? ഡച്ചുകാർക്ക് ലഭിക്കുന്നത്. 1710 സാമൂതിരിയുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ചേറ്റുവയും പാപ്പിനിവട്ടവും ഡച്ചുകാർക്ക് കിട്ടി. 1710 സാമൂതിരിയുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരമാണ് ചേറ്റുവയും പാപ്പിനിവട്ടവും ഡച്ചുകാർക്ക് ലഭിക്കുന്നത്. 25 താഴെ പറയുന്നവയിൽ മലബാർ നാവിക ശക്തിയുടെ കേന്ദ്രബിന്ദുവായ കുഞ്ഞാലിമരയ്ക്കാന്മാരുടെ കോട്ട ഏതാണ്? പുതുപ്പണം കോട്ടയാണ്. മലബാർ നാവിക ശക്തിയുടെ കേന്ദ്രബിന്ദുവായ കുഞ്ഞാലിമരയ്ക്കാരുടെ കോട്ട എവിടെയാണ്? പുതുപ്പണത്താണ്. പുതുപ്പണം കോട്ട. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ് ആര്? കുഞ്ഞാലിമരയ്ക്കാന്മാർ. കോഴിക്കോട്ടെ സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലിമരയ്ക്കാന്മാർ. വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ് കുഞ്ഞാലിമരയ്ക്കാർമാരുടെ ആസ്ഥാനം. എവിടെയാണ് ഇവരുടെ ആസ്ഥാനം? വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ് ആസ്ഥാനം. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരയ്ക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗറില്ല യുദ്ധമുറയാണ്. അതായത് ഒളിപ്പോര്. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരയ്ക്കാർ സ്വീകരിച്ച യുദ്ധമുറയാണ് ഗറില്ല യുദ്ധമുറ. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞാലി 1 കുട്ടിയലി, കുഞ്ഞാലി 2 കുട്ടിപ്പോക്കറലി, കുഞ്ഞാലി 3 പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ എന്നറിയപ്പെടുന്നു. പിന്നെ കുഞ്ഞാലി 4. അങ്ങനെ 4 കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞാലി 4 പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നു. കുഞ്ഞാലി 4 പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്ന് അറിയപ്പെടുന്നത്. 26 ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ച കുഞ്ഞാലി മരയ്ക്കാർ ആരാണ്? മുഹമ്മദ് അലി മരയ്ക്കാറാണ്. കുഞ്ഞാലി 4 എന്നറിയപ്പെടുന്ന മുഹമ്മദ് അലി മരയ്ക്കാറാണ് ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ച കുഞ്ഞാലി മരയ്ക്കാർ. 27 മരയ്ക്കാർ കോട്ട അതായത് പുതുപ്പണം കോട്ട നിർമ്മിച്ച കുഞ്ഞാലി മരയ്ക്കാരുടെ യഥാർത്ഥ നാമം എന്താണ്? പട്ടുമരയ്ക്കാർ എന്നാണ്. കുഞ്ഞാലി 3 മരയ്ക്കാർ കോട്ട നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് പട്ടുമരയ്ക്കാർ. 28 പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരയ്ക്കാറും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതി ഏതാണ്? തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. തുഹ്ഫത്തുൽ മുജാഹിദീനാണ് പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിയും കുഞ്ഞാലി മരയ്ക്കാറും നടത്തിയ പോരാട്ടങ്ങളെ വിവരിക്കുന്ന കൃതി. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അറബി ഭാഷയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അറബി ഭാഷയിലുള്ള കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇത് എഴുതിയതാരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതി ഏതാണെന്ന് ചോദിച്ചാൽ തുഹ്ഫത്തുൽ മുജാഹിദീൻ ആണ്. 29 വാസ്കോഡ ഗാമയുടെ പിൻഗാമി എന്നറിയപ്പെടുന്ന നാവികൻ ഏതാണ്? ആരാണ് വാസ്കോഡ ഗാമയുടെ പിൻഗാമി എന്നറിയപ്പെടുന്ന നാവികൻ? അൽവാരിസ് കബ്രാൾ ആണ് വാസ്കോഡ ഗാമയുടെ
പിൻഗാമി എന്നറിയപ്പെടുന്ന നാവികനാണ് അൽവാരിസ് കബ്രാൾ. 30. പോർച്ചുഗീസുകാരുടെ വ്യാപാര നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ് ശരി. ഏഷ്യൻ കപ്പലുകൾക്ക് തങ്ങളുമായി വ്യാപാരം നടത്തുന്നതിന് കരം അടച്ച ഒരു പാസ് നിർബന്ധമാക്കി. ആര്? പോർച്ചുഗീസുകാർ. ഏഷ്യൻ കപ്പലുകൾക്ക് തങ്ങളുമായി വ്യാപാരം നടത്തുന്നതിന് കരമടച്ച ഒരു പാസ് നിർബന്ധമാക്കി. 31. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഡി ആണ്. 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ളത് വായിച്ചു നോക്കാം. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളിൽ ഒന്നായിരുന്നു ഗോവ. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളിൽ ഒന്നാണ് ഏത്? ഗോവ. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം കൊടുത്ത വൈസ്രോയാണ് അൽബുക്കർക്ക്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം കൊടുത്തത് ആരാണ്? അൽബുക്കർക്കാണ്. ഇനി ബിജാപൂർ സുൽത്താനിൽ നിന്ന് 1510 ഗോവ പിടിച്ചെടുത്തത്. എപ്പോഴാണ്? 1510 ബിജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുന്നത്. 32. തെറ്റില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1 മാത്രമാണ് ശരി. അപ്പോൾ 1 വായിച്ചു നോക്കാം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് ഗോവയിലാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഗോവയിലാണ്. 33. ഫ്രാൻസിസ്കോ ഡി അൽമേഡയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ബി. 2 മാത്രമാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ളത് വായിച്ചു നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 കണ്ണൂർ കോട്ട നിർമ്മിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. 1505 കണ്ണൂർ കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. 1509 ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയി. അപ്പോൾ അൽമേഡ തിരിച്ചുപോയത് എപ്പോഴാണ്? 1509. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയായ അൽമേഡയാണ് നീല ജലനയം നടപ്പിലാക്കുന്നത്. നീല ജലനയം നടപ്പിലാക്കുന്നത് ആരാണ്? അൽമേഡയാണ്. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീല ജലനയത്തിൻ്റെ ലക്ഷ്യം. അപ്പം നീല ജലനയം എന്താണ്? ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീല ജലനയത്തിൻ്റെ ലക്ഷ്യം. അപ്പം അത് കൊണ്ടുവന്നതാരാണ്? അൽമേഡയാണ്. 35. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ വിദേശികൾ യൂറോപ്യന്മാരാണ്. അപ്പോൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ വിദേശികൾ യൂറോപ്യന്മാരാണ്. അതിൽ തന്നെ ആരാണ്? പോർച്ചുഗീസുകാരാണ്. അറബികളാണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ. ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യ വിദേശികൾ ആരാണ്? അറബികളാണ്. ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ വിദേശികൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അറബികളാണ്. 36. പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശീയരാണ് പോർച്ചുഗീസുകാർ. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ചുകാരാണ്. ഇനി ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡച്ചുകാരാണ്. ഡാനിഷുകാർ എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കുകാരാണ്. പറങ്കികൾ പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ ഫ്രഞ്ചുകാരാണ്. ലന്തക്കാർ ഡച്ചുകാരാണ്. ഡാനിഷുകാർ ഡെൻമാർക്കുകാരാണ്. 37. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഏത് വിദേശീയരാണ്? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ആരാണ്? ഡച്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. 38. കുഞ്ഞാലിമരയ്ക്കാർ 4-മനെ പോർച്ചുഗീസുകാർ വധിച്ച വർഷം ഏതാണ്? 1600. കുഞ്ഞാലിമരയ്ക്കാർ 4-മനെ പോർച്ചുഗീസുകാർ 1600 വധിക്കുന്നത്. 39. ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയ വർഷം ഏതാണ്? 1658. ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയത് 1658. 40. പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1513. പോർച്ചുഗീസുകാരും
കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് കണ്ണൂർ സന്ധി. അത് ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1513 ഇനി അതുപോലെ മറ്റൊരു സന്ധി കൂടിയുണ്ട്. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? പൊന്നാനി സന്ധി. 41 കേരളത്തിൽ കൈതച്ചക്ക കൊണ്ടുവന്നത് ഏത് വിദേശീയരാണ്? ആരാണ്? ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു, പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ കൈതച്ചക്ക കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. 42 ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ജെയിംസ് കൊറിയയാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് കൊറിയയാണ്. 43 ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ഏത് വിദേശീയരാണ്? ആരാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. 44 ഇന്ത്യയിൽ വ്യാപാരത്തിനായി എത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ വ്യാപാരത്തിനായി എത്തിയ ആദ്യത്തെ യൂറോപ്യരാണ് ആര്? പോർച്ചുഗീസുകാർ. 45 ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത്? പോർച്ചുഗീസുകാരാണ്. ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. 46 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി ഏതാണ്? ഗോതിക് ശൈലിയാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. അതേ ശൈലി കൊണ്ട് പണി കഴിപ്പിച്ച 2 പള്ളികളുണ്ടെന്ന് പറഞ്ഞിരുന്നു. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും. 47 ട്രാൻക്യുബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ട്രാൻക്യുബാറിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? തരംഗമ്പാടി എന്നാണ്. ട്രാൻക്യുബാറിൻ്റെ ഇപ്പോഴത്തെ പേരാണ് തരംഗമ്പാടി. 48 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി. വീണ്ടും റിപ്പീറ്റ് വന്നതാണ്. ഏതാണ്? ഗോതിക് ശൈലിയാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ് ഗോതിക് ശൈലി. 49 ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ബർത്തലോമിയ ഡയസ് ആണ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയ ഡയസ്. 50 ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് ആരാണ്? കൊളംബസ് ആണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ്. 51 ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കമ്പനികളും ബ്രിട്ടന് വിറ്റ വർഷം ഏതാണ്? 1848 ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കമ്പനികളും ബ്രിട്ടന് വിറ്റത് 1848. 52 ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എപ്പോഴാണ്? 1620 ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത്. 53 ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ക്വസ്റ്റ്യൻ വീണ്ടും വന്നതാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളാണ് പോർച്ചുഗീസുകാർ. 54 കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരാണ്? ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. 55 കേരളത്തിൽ മരച്ചീനി കൊണ്ടുവന്നത് ഏത് വിദേശീയരാണ്? പോർച്ചുഗീസുകാരാണ്. കേരളത്തിൽ മരച്ചീനി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. 56 ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതിലേതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിളിച്ചിരുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലാണ്. പോർച്ചുഗീസുകാർ കലേക്കുറ്റ് എന്ന് വിളിച്ചിരുന്ന സ്ഥലമാണ് കോഴിക്കോട്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെട്ട പേര് എന്താണ്? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെട്ട പേര് എന്താണ്? അപ്പോൾ അതായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം. ഇനി മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.